ഹായ് ഓൾ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി ബേസിൻ്റെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LDCക്ക് വേണ്ടി നടത്തുന്ന പുതിയൊരു മോഡൽ എക്സാമാണ് ഇന്ന് നമ്മൾ 30 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. PSC ഈ അടുത്ത് നടത്തിയ സീമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ മോഡൽ എക്സാമായിട്ട് എഴുതുന്നത്. അതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ മോഡൽ എക്സാമായിട്ട് എഴുതുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു 30 ചോദ്യങ്ങളാണ് നമ്മളിന്ന് മോഡൽ എക്സാമായിട്ട് നോക്കുന്നത്. അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. റിലേറ്റഡ് ഫാക്റ്റൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ അവ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ 30 ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു മോഡൽ എക്സാം ആയിട്ട് വേണം എഴുതാൻ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മളിവിടെ മോഡൽ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. 20 മാർക്കാണ്. 20 മാർക്കാണ് കട്ട് ഓഫ്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, സമയം ക്രമീകരിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പസ് ചെയ്ത് വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ഉത്തരം തന്നെ എഴുതാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ടൈം ഗ്യാപ്പ് തരുന്നതിൽ അല്പം ലിമിറ്റുണ്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ. അപ്പം എല്ലാവരും മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടണം മാർക്ക് അത് എത്ര മാർക്കാണെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളെ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ABCD. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ്. ആരാണ് നിലവിലെ ചെയർമാൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് നിലവിലെ ചെയർമാൻ? കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ്. വി നാഗ്ദാസ് ആണ് നിലവിലെ ചെയർമാൻ. അപ്പോൾ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? അത് മുരളി ചിരോത്താണ്. മുരളി ചിരോത്താണ്. അപ്പോൾ നമ്മുടെ കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. നാഗ്ദാസ്. വി നാഗ്ദാസ് ആണ് ചെയർമാൻ. ഇപ്പോൾ കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചെമ്പുക്കാവാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവാണ്. വർഷം 1962 രൂപീകരിക്കുന്നത്. 1962 തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവാണ്. ചെയർമാൻ മുരളി ചിരോത്താണ്. കേന്ദ്ര ലളിതകല അക്കാദമി ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് തുടങ്ങിയത് 1954 ആണ്. 1954 കേന്ദ്ര ലളിതകല അക്കാദമി, 1962 സംസ്ഥാന ലളിതകല അക്കാദമി. 1954 62 വർഷങ്ങൾ ഡേറ്റും ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ മലയാളിയായ ജോൺ മത്തായി ആണ്. ഇനി 1946 ഒരു ഇടക്കാല ഗവൺമെൻറ് വന്നല്ലോ. ആ മന്ത്രിസഭയിലുള്ള റെയിൽവേ മന്ത്രി ആരായിരുന്നു? അത് എം അസഫ് അലിയാണ്. അസഫ് അലിയായിരുന്നു. 1946 നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയാണ് എം അസഫ് അലി. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലാണെങ്കിൽ ജോൺ മത്തായിയുമാണ്. ഇനി ജോൺ മത്തായിക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. എന്താണ്? റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? അത് RK ഷൺമുഖം ഷെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ഷെട്ടി. അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ജോൺ മത്തായിയാണ്. ജോൺ മത്തായിയാണ്. ഏറ്റവും കൂടുതൽ യൂണിയൻ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ യൂണിയൻ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആരാണ്? നിലവിൽ മൊറാർജി ദേശായിയാണ്. മിക്കവാറും നിർമ്മല സീതാരാമനൊക്കെ പൊട്ടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ യൂണിയൻ ബജറ്റുകൾ ഇതുവരെയുള്ള നിലവിൽ ഏറ്റവും കൂടുതൽ യൂണിയൻ ബജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. മൂന്നാമത്തെ ചോദ്യമാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ്. ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. എല്ലാവർക്കും അറിയാമായിരിക്കും. ക്വസ്റ്റ്യൻ അതല്ല. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ് 2024 പ്രമേയം. ഇപ്പോൾ 2023 പ്രമേയം എന്താണ്? 2023 തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ളതിന് സമയമായി. തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ളതിനുള്ള സമയമായി 2023. 23ഉം 24 നോക്കി വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് 24 തന്നെയാണ്. ഫെബ്രുവരി 2 തണ്ണീർത്തടങ്ങൾ മനുഷ്യക്ഷേമം എന്നാണ്.
അന്താരാഷ്ട്ര വനിതാ ദിനം എന്തോന്നാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം? മാർച്ച് 8 ഓക്കെ, മാർച്ച് 8 എന്നാണ്. ഇത് ആർക്കെങ്കിലും മാറിപ്പോവെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങളെ നോക്കിയാൽ ഓക്കെ, പെണ്ണുങ്ങളെ നോക്കിയാൽ 8ൻ്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, മാർച്ച് വെച്ച് എന്തെങ്കിലും കണക്ട് ചെയ്ത് വയ്ക്കുക. അത് ഒരു കോഡുണ്ട്, പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റിയതല്ല. കണക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക. മാർച്ച് നോക്കി 8ൻ്റെ പണി കിട്ടുമെന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കി കോഡ് ഇവിടെ പറയാൻ പറ്റിയ കോഡല്ല. അതിൻ്റെ തീം എന്തോന്നാണ്? 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് ആണ് 2024 പ്രമേയം. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, അന്താരാഷ്ട്ര വനദിനം എന്തോന്നാണ്? വനദിനം എന്നാണ് മാർച്ച് 21. വനദിനം തീം എന്തോന്നാണ്? 2024 തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ. ഓക്കെ, ഇന്നവേഷൻ, ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ആണ് 2024 മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ തീം. ലോക ജലദിനം എന്താണ്? ജലദിനം എന്താണ്? അറിയായിരിക്കും. വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം എന്താണ്? മാർച്ച് 21 വനദിനം. 22 ജലദിനം. വനജ ജലദിനം. കാലാവസ്ഥ 23. ക്ഷയം മാർച്ച് 24 ക്ഷയദിനം. അതൊരു കോഡുണ്ട്. ഇപ്പോൾ മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം, ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ആണ് തീം. മാർച്ച് 22 അന്താരാഷ്ട്ര ജലദിനം. തീം എന്തോന്നാണ് 2024? വാട്ടർ ഫോർ പീസ്. ഓക്കെ, വാട്ടർ ഫോർ പീസ് എന്നാണ്. ഓക്കെ, 2024 വാട്ടർ ഫോർ പീസാണ് ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ, അടുത്ത് 2024 ലോക ക്ഷയദിനം മാർച്ച് 24 2024 തീം അവൈലബിൾ അല്ല. 2023 തീമുണ്ട്. PSC കേട്ടിട്ടുള്ള തീമുമാണ്. യെസ് വി ക്യാൻ എൻഡ് TB. ഓക്കെ, യെസ് വി ക്യാൻ എൻഡ് TB മീൻസ് ട്യൂബർക്കുലോസിസ്. അപ്പോൾ മാർച്ച് 24 ലോക ക്ഷയദിനം. യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ് മാർച്ച് 24. അപ്പോൾ ഇത്രയൊന്ന് നോക്കി വയ്ക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സമീപം ലാൻഡ് ചെയ്തു. ഏതാണ് ശരിയായ പ്രസ്താവന? മുഴുവൻ ഡാറ്റ എടുത്ത് കേട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ A ആണ്. ഓക്കെ, എല്ലാം ശരിയാണ്. ഓക്കെ, എല്ലാം ശരിയാണ്. ഡാറ്റകൾ നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23. ജൂലൈ 14 വിക്ഷേപിക്കുന്നു. ജൂലൈ 14 വിക്ഷേപണം. ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിലെത്തുന്നു. ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്നു. 5ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി അല്ലാത്തത് ഏതെന്നാണ്? ശരി അല്ലാത്തത് കണ്ടെത്താനാണ് ഇടനാടുകളെ സംബന്ധിച്ച്. ഏതാണ്? ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക. ഏതാണ്? സിമ്പിളാണ്. ഓപ്ഷൻ B ആണ്. ഓക്കെ, നമുക്ക് അറിയാം. ഉയരം കൂടിയ കുന്നുകളും മലകളും, അത് ക്യാൻസലാക്കാം. 3ാമത്തെ ഇടനാടിൻ്റെ ഭൂരിഭാഗം വനങ്ങളാണ്, അതും ക്യാൻസലാക്കാം. 6ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവ പട്ടിക നൽകുന്നു. ശരി അല്ലാത്തത് കണ്ടെത്താനാണ്. തുഷാരഗിരി, ചീയപ്പാറ, വാഴച്ചാൽ, പാലരുവി. ഏതാണ്? ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ഓപ്ഷൻ B ആണ്. ഓക്കെ, വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിലാണ് വാഴച്ചാൽ. പാലരുവി കൊല്ലം, ചീയപ്പാറ ഇടുക്കി, തുഷാരഗിരി കോഴിക്കോട്. 7ാമത്തെ ചോദ്യം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. മത്സ്യഫെഡ് സ്ഥാപിച്ചത്, മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം ഏതാണ്? ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ D ആണ്. ഓക്കെ, എല്ലാം ശരിയാണ്. കേരളത്തിൽ മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 1954 ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. 1954 എന്താണ്? കയർ ബോർഡ്. ഓക്കെ, കയർ ബോർഡ് തുടങ്ങിയത് 1954. ഓക്കെ, അതേപോലെ 1961 എന്ത് തുടങ്ങിയത്? KSIDC
കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1961 61 തന്നെയാണ് നമ്മുടെ ഹാൻഡ് ടെക്സ് തുടങ്ങുന്നത്. ഓക്കെ, ഹാൻഡ് ടെക്സ് തുടങ്ങുന്നതും 1961. അതേപോലെ മത്സ്യബെട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മിസ് കേരള നോക്കി വയ്ക്കണം. ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യമാണ് മിസ് കേരള. 8ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താനാണ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 1ഉം 2ഉമാണ് ശരി. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. അതുപോലെ സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ്. ഓക്കെ, അടുത്ത് കേരളത്തിലെ 2ാം സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ ആറളമാണ്. പക്ഷേ കേരളത്തിലെ 2ാമത്തെ സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചെന്തുരുണിയാണ്. ഓക്കെ, ചെന്തുരുണി എന്നറിയും, ശെന്തുരുണി എന്നറിയും. ഓക്കെ, ശെന്തുരുണി കൊല്ലം ജില്ലയിലുള്ള വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. ഓക്കെ, കേരളത്തിലെ 2ാം സൈലൻറ്റ് വാലി എന്നൊക്കെ അറിയപ്പെടുന്നു. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതവും ശെന്തുരുണിയാണ്. ഓക്കെ, ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പൂമ്പാറ്റകൾ പറഞ്ഞു. ഇതേപോലെ ഇത് തുമ്പികളുടെ വൈവിധ്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചെന്തുരുണി. ഓക്കെ, തുമ്പികളാണ് മെയിൻ ഐറ്റം. മറ്റടുത്ത് ആറളം, പൂമ്പാറ്റ, ഇവിടെ തുമ്പി. ഓക്കെ, ചെന്തുരുണിയിൽ തുമ്പിയാണ്. 9ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താനാണ്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ? 9ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2ഉം 4ഉമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കി ജില്ലയാണ്, കിട്ടുമായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഓക്കെ, ഇരവികുളമാണ് ആദ്യത്തെ ദേശീയോദ്യാനം. ഇരവികുളം ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, ഇരവികുളം ഇടുക്കി ജില്ലയിലാണ്. വരയാടുകളുടെ സംരക്ഷണമാണ് ഇരവികുളത്ത് ഉള്ളത് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടുംചോല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏത്? സൈലൻറ്റ് വാലി. ഓക്കെ, സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലി. 10ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ പറയുന്നതിൽ കണ്ടെത്താനാണ്. ഏതാണ് കിഴക്കോട്ടൊഴുകുന്നതിൽ? കബനി, ഭവാനി, പാമ്പാറാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, കബനി, പാമ്പാർ. കബനി, ഭവാനിയും കൂടിയുണ്ട്. കബനി, ഭവാനി, പാമ്പാർ. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി. അതുകൂടി ഒന്ന് ഓർക്കണം. 11ാമത്തെ ചോദ്യമാണ്, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവൽ ഏതെന്നാണ്? ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം? നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ അതൊന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിതിന് ഉത്തരം എഴുതാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ കൈമാറുന്നു. ഓക്കെ, ജില്ലാതലത്തിൽ സമർപ്പിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമുക്ക് PSC ആവർത്തിക്കുന്ന കുറച്ച് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ത്രിതല പഞ്ചായത്ത് ഏതാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത്. ഇനി ദ്വിതല പഞ്ചായത്ത് ആണെങ്കിൽ ഏതാണ്? ദ്വിതല പഞ്ചായത്ത് അത് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ബൽവന്ത് റായ് മേത്ത ത്രിതല പഞ്ചായത്ത്, അശോക് മേത്ത ദ്വിതല പഞ്ചായത്ത്, അതായത് 2 പഞ്ചായത്ത് മാത്രം. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്ന ആരാണ്? EMS. ഓക്കെ, EMS അശോക് മേത്ത കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. അതുകൂടി ഓർക്കണം. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട്. അടുത്ത PSC എങ്ങനെയാണ് ഏതാണ്? പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് പറഞ്ഞത് LM സിഗ്മി കമ്മിറ്റിയാണ്. ഓക്കെ, LM സിഗ്മി കമ്മിറ്റിയാണ്. ഇതേ പോയിന്റ് തന്നെയാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെൻ്ററി കൺസൾട്ടിംഗ് കമ്മിറ്റി ഏതെന്ന് നേട്ടത്
PK തുങ്കൻ കമ്മിറ്റിയാണ്. ഓക്കെ, രണ്ട് കമ്മിറ്റി സെയിം ശുപാർശകൾ എന്നാണ് വെച്ചത്. ഒന്ന് പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ്. ഓക്കെ, എല്ലാം സിംഗ്വി കമ്മിറ്റിയും PK തുങ്കൻ കമ്മിറ്റിയുമാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളൊന്ന് നോക്കുക. 12ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ എ ആണ്, ശാസ്താംകോട്ടെ കായൽ. ഓക്കെ, ശാസ്താംകോട്ടെ തടാകമാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ എഫ് മാതൃകയിലാണ്. ഓക്കെ, എഫിൻ്റെ ഷേപ്പിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. ഓക്കെ, എഫിൻ്റെ ഷേപ്പാണ്, എഫ് ഷേപ്പാണ്. അടുത്തൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചോദ്യമാണ്, കാലാവസ്ഥ വ്യതിയാനത്തെ ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ ബ്ലൂ കാർബൺ നിക്ഷേപം 80 മീറ്ററിന് താഴ്ചയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ കേരളത്തിലെ കായൽ ഏതാണ്? അതായത് ബ്ലൂ കാർബൺ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയ കേരളത്തിലെ കായൽ, ബ്ലൂ കാർബൺ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയ കേരളത്തിലെ കായലാണ് വേമ്പനാട്ട് കായൽ. ഓക്കെ, വേമ്പനാട്ട് കായൽ ശ്രദ്ധിക്കണം, ബ്ലൂ കാർബൺ. ഓക്കെ, ബ്ലൂ കാർബൺ നിക്ഷേപം കണ്ടെത്തിയത് വേമ്പനാട്ട് കായലിലാണ്. അറിയാലോ, ഇപ്പോൾ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അതൊന്നും പറയണ്ടല്ലോ, സിമ്പിൾ, പഴയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 13ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതെന്നാണ്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കോട്ടയമാണ്. ഓപ്ഷൻ സി കോട്ടയമാണ്. എത്ര ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്? എത്രയാണ്? 9 ജില്ലകൾ. ഓക്കെ, 9 ജില്ലകളിൽ കടൽ തീരമുണ്ട്. 5 ജില്ലകളിലാണ് കടൽ തീരം ഇല്ലാത്തത്. 5 ജില്ലകളാണ് കടൽ തീരമില്ലാത്തത്. ഏതൊക്കെയാണ്? ഇടുക്കി. ഓക്കെ, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. ഓക്കെ, ഇതാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഈ PP വാങ്ങാൻ എന്താണ്? കൊള്ളാം. ഈ PP വാങ്ങാൻ, ഈ PP വാങ്ങാൻ കൊള്ളാം. ഓക്കെ, അതായത് ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്. PP 2 P പാലക്കാട്. അപ്പം ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്. ഈ PP വാങ്ങാൻ, വാ ഫോർ വയനാട്. ഓക്കെ, വാ ഫോർ വയനാട്. കൊള്ളാം എന്താണ്? കോട്ടയം. ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് 5 എണ്ണം. ഈ PP വാങ്ങാൻ കൊള്ളാം. E ഫോർ ഇടുക്കി, P ഫോർ പത്തനംതിട്ട, അടുത്ത P ഫോർ പാലക്കാട്. ഈ PP വാങ്ങാൻ വയനാട്, കൊള്ളാം മീൻസ് കോട്ടയം. ഓക്കെ, ഈ PP വാങ്ങാൻ കൊള്ളാം. 14ാമത്തെ ചോദ്യമാണ്, കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി. അതേപോലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയും പമ്പാ നദിയിലാണ്. പമ്പാ നദി പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിഗിരി, അതുപോലെ മണിയാർ. ഓക്കെ, മണിയാറും പത്തനംതിട്ട ജില്ലയിലാണ്. ഇതിൽ ശബരിഗിരിയും മണിയാറും പമ്പാ നദിയിലാണ്. ഓക്കെ, അതുകൂടി ഓർക്കണം. പത്തനംതിട്ടയിലുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ശബരിഗിരി, മണിയാർ. ശബരിഗിരിയും മണിയാറും പമ്പാ നദിയിലാണ്. പിന്നെ നമ്മുടെ കക്കാട്, അത് കക്കാട് നദിയിൽ തന്നെയാണ്, അതും പത്തനംതിട്ടയാണ്. ഓക്കെ, 15ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്താനാണ്. കിഴക്കൻ തീരസമതലാണ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? ഓക്കെ, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. താരതമ്യേന വീതി കൂടുതലാണ്. ഓക്കെ, വീതി കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് നമ്മുടെ ഭാഗത്താണ്. ഏത്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഓക്കെ, അതുപോലെ പടിഞ്ഞാറൻ തീരസമതലമാണ് താരതമ്യേന വീതി കുറവ്. അടുത്ത ചോദ്യമാണ്, 16ാമത്തെ ചോദ്യമാണ്, ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്താനാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതം കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഇതിലേതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3ഉം 4ഉമാണ്. 3ഉം 4ഉമാണ്. അപരദനം തീവ്രത കുറവ്, അത് തെറ്റാണ്. അതുപോലെ തന്നെ വീതി കൂടിയ വൃഷ്ടിപ്രദേശമാണ്. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഹിമാലയം വലിയ നദികളല്ലേ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതെല്ലാം വലിയ നദികളാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ വൃഷ്ടിപ്രദേശം വലിയ വൃഷ്ടിപ്രദേശമായിരിക്കും. അതുപോലെ തന്നെ അപരദനവും നല്ലപോലെ നടക്കുന്നുണ്ട്. 17ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. പടിഞ്ഞാറ് എവിടെയെന്ന് അറിയാലോ, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, ഈ ഭാഗത്ത്, ഇന്ത്യയിൽ ഈ ഭാഗത്തുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 1ഉം 2ഉമാണ്. നവശേവയും കാണ്ടില. കാണ്ടില എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, കാണ്ടില ഗുജറാത്തിലാണ്.
1ഉം 2ഉമാണ് പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ. നവശേവ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. നവശേവയുടെ മറ്റൊരു പേരാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഓക്കെ. ജവഹർലാൽ നെഹ്റു തുറമുഖം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം എന്ന് കേട്ടുകഴിഞ്ഞാലും ജവഹർലാൽ നെഹ്റു തുറമുഖം അഥവാ നവശേവ തുറമുഖമാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞമാണ്. ഓക്കെ. നമ്മുടെ വിഴിഞ്ഞമാണ്. നെയ്യാറ്റിൻകര താലൂക്കിലുള്ള വിഴിഞ്ഞമാണ്. എത്ര മീറ്ററാണ്? ശരാശരി 20 മീറ്ററാണ് ആഴം കേട്ടോ. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, വല്ല സ്റ്റേറ്റ്മെൻറ്റിൽ കേട്ടാലോ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് തുറമുഖവും വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് തുറമുഖം വിഴിഞ്ഞമാണ്. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി എന്നാണ് ഉദ്ഘാടനം ചെയ്തത് അറിയാമോ? ഉദ്ഘാടനം 2023 ഒക്ടോബർ 15-നാണ്. ഓക്കെ. 2023 ഒക്ടോബർ 15-നാണ് വിഴിഞ്ഞം പദ്ധതിയുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യറാണ്. ഓക്കെ. ദിവ്യ എസ് അയ്യറാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. പിന്നെ കരാർ കമ്പനി അറിയാമല്ലോ, അദാനി ഗ്രൂപ്പാണ്. ഓക്കെ. അദാനി ഗ്രൂപ്പാണ് കരാർ കമ്പനി. അടുത്ത ഹാൽഡിയ തുറമുഖം അറിയാമല്ലോ, കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ. കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ ഇപ്പോഴും പ്രവർത്തനവുമുള്ള തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഓക്കെ. കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും പ്രവർത്തനത്തിനുള്ളതുമായ തുറമുഖം. കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. അതേപോലെ കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി അറിയാമല്ലോ, ഹൂഗ്ലി. PSC കേട്ടിട്ടുള്ളതാണ്. ഹൂഗ്ലി നദീതീരത്താണ് പോർട്ട്. വിശാഖപട്ടണം തുറമുഖം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ. ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം എന്ന് കേട്ടിനാൽ വിശാഖപട്ടണം തുറമുഖമാണ്. ഓക്കെ. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം വിശാഖപട്ടണമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നും അറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവർ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്താനാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. 1, 3 ആണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓപ്ഷൻ ബി ആണ്. കാരക്കോറവും സസ്കറുമാണ്. ഓക്കെ. 19ാമത്തെ ചോദ്യമാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഏത് നദിയുടെയാണ്? ഓപ്ഷൻ സി ആണ്. കാവേരി നദിയുടെയാണ്. ഓക്കെ. കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന ഏക നദി ഏതാണ്? കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന ഏക നദി ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ വളപ്പട്ടണം പുഴയാണ്. ഓക്കെ. വളപ്പട്ടണം നമ്മൾ കബനി എന്ന് വിചാരിക്കും. കബനിയല്ല, വളപ്പട്ടണം പുഴയാണ്. ഓക്കെ. കാസർഗോഡ് വഴി പോകണതാണ്. കർണാടകത്തിൽ നിന്നും കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് വളപ്പട്ടണം പുഴ. കബനി നദി അറിയാലോ, നമ്മുടെ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. 3 നദികളാണ് പ്രധാനമായിട്ടുള്ളത്. കിഴക്കോട്ടുള്ളത് ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. കബനി, ഭവാനി, പാമ്പാറാണ്. ഇതിൽ പാമ്പാറാണ് ഏറ്റവും ചെറുത്. ഓക്കെ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ പാമ്പാറാണ്. വേറൊരു ചോദ്യം ചോദിക്കട്ടെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ ഏതാണ്? ഇതുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞതല്ല, പക്ഷേ ഈ പേരുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയാണ്. ഓക്കെ. കബനി നദി ചുവന്നപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ. ഓക്കെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ കബനി നദി ചുവന്നപ്പോൾ. ഈ കബനിയും ആ കബനിയും തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കുക. 20ാമത്തെ ചോദ്യമാണ്. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്താനാണ്. ഏതാണ്? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. 21ാമത്തെ ചോദ്യമാണ്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. 2023 വയലാർ അവാർഡ് ആരാണ്? 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി. കൃതി ഏതാണ്? ജീവിതം ഒരു
പെണ്ടുലം ഓക്കെ എന്ന ആത്മകഥയ്ക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്കാണ് 2023 വയലാർ. 2022 വയലാർ ആർക്കാണ്? എസ് ഹരീഷിനാണ്. ഓക്കെ, എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ്. എസ് ഹരീഷിൻ്റെ മീശ എന്ന പുസ്തകത്തിനാണ്. ഓക്കെ, എസ് ഹരീഷിൻ്റെ മീശ എന്നതാണ് 2022 23 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക്. 22ാമത്തെ ചോദ്യമാണ്, 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്? ഇത് നമ്മുടെ രാഹുൽ അണ്ണൻ. 23 2024 G20 ഉച്ചകോടി വേദിയാവുന്ന രാജ്യം? 2024 ഏതാണ്? ബ്രസീലാണ്. ഓക്കെ, ഇതിൻ്റെ ആപ്തവാക്യം കേട്ട് കഴിഞ്ഞാൽ എഴുതേണ്ടത് നീതിപൂർവമായ ലോകവും സുസ്ഥിരമായ ഭൂമിയും എന്നാണ്. ഓക്കെ, 2024 ബ്രസീൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയിലെ ആപ്തവാക്യം നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും. നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയുമാണ് അതിൻ്റെ മോട്ടോ. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, 3 കാർഷികം, വ്യാവസായികം, സേവന മേഖല. 25ാമത്തെ ചോദ്യം, കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ നിന്ന് കണ്ടെത്താനാണ്. ഏതാണ് കഥകളിയിലെ വേഷങ്ങൾ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1, 3 കത്തി, കരി, താടി, അതുപോലെ പച്ച, മിനുക്ക്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 26ാമത്തെ ചോദ്യം, കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ള താഴെ പറയുന്നവൽ ഏത് കളിയിലാണ്? ഏതൊക്കെ കളികളിലാണ് കളിക്കാരുടെ എണ്ണം 11? നമ്മുടെ ക്രിക്കറ്റിന് 11 എല്ലാവർക്കും അറിയായിരിക്കും. ക്രിക്കറ്റിന് 11. ബാക്കി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്രിക്കറ്റിനും ഹോക്കിക്കും ഫുട്ബോളിനും 11. ഓപ്ഷൻ ബി ആണ്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ ഇവയ്ക്കെല്ലാം 11. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? വള്ളത്തോളിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, രാത്രിമഴയാണ്. ബദ്രവിലാപം വള്ളത്തോളിൻ്റെയാണ്. ഋതുവിലാസം വള്ളത്തോളിൻ്റെയാണ്. കൊച്ചു സീത വള്ളത്തോളിൻ്റെ കൃതിയാണ്. രാത്രിമഴ ആരുടെ കൃതിയാണ്? ഫേമസ് ആണ് രാത്രിമഴ. PSC കേട്ടിട്ടുള്ള കൃതിയുമാണ് രാത്രിമഴ. നമ്മുടെ സുഗതകുമാരിയുടെയാണ്. ഓക്കെ, സുഗതകുമാരി. രാത്രി സുഖം അന്വേഷിക്കാൻ പോയി നേട്ടാതി. അപ്പോൾ രാത്രിമഴ സുഗതകുമാരി. ഓക്കെ, രാത്രിമഴ സുഗതകുമാരി. ഈ രാത്രിമഴയ്ക്കാണ് സുഗതകുമാരിക്ക് കേന്ദ്ര സെൻട്രൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രാത്രിമഴയ്ക്കാണ്. ഓക്കെ, രാത്രിമഴയ്ക്കാണ്. പക്ഷേ സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പാതിരാപ്പൂക്കളിനാണ്. ഓക്കെ, അപ്പോൾ 2 ശ്രദ്ധിക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി രാത്രിമഴയ്ക്ക് സുഗതകുമാരിക്ക്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാപ്പൂക്കൾ സുഗതകുമാരിയുടെ കൃതി. ഓക്കെ, 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 3 മാത്രമാണ്. 29, ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയെന്നാണ്? എത്രയാണ്? 75. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിൽ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സംവിധാൻ സദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക്